നമസ്കാരം. 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 ഞാൻ ഇവിടുത്തെ പുതിയ ഗ്രാമസേവയാണ്. എന്റെ ഭാര്യയും മക്കളും ആരും ഇപ്പൊ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം സൗകര്യമായി അവിടെ നിന്ന് സംസാരിക്കാം. ഇവിടെ പശു ഉണ്ടല്ലേ? ഉണ്ട്. കറവേണ്ട പശുവാണോ? അത് എന്റെ ഭാര്യ വന്നാലേ അറിയാൻ പറ്റൂ. പശുവിന് രോഗം വല്ലതും വരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പരാതി പശു പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ നോക്കി വേണ്ടാത്തൊന്നും പഠിച്ചു വെക്കരുത്. ആനയല്ലേ എപ്പോഴും പറയാറ്, മിസ്റ്റർ ഉണ്ണി താൻ രാവിലെ എഴുന്നേക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, അത് കണ്ട് പഠിക്കണമെന്നൊക്കെ. ഇത് ഒരുതരം എക്സസൈസ് ആണ്, മെന്റൽ എക്സസൈസ്. വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനത്തെ എക്സസൈസ് ഒന്നും പഠിക്കണ്ട. അല്ലേ, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോയി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കാം. എടി, നീ ഉദ്ദേശിക്കുന്ന മാതിരി സ്ത്രീയല്ല അവരിവിടുത്തെ ഗ്രാമസേവിയെ. അതെന്താ, ഗ്രാമസേവി സ്ത്രീയല്ലേ? ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ 1 മണിക്കൂർ നേരം ഇവിടുന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? അവരോട് പിന്നെ വരാൻ പറഞ്ഞ പോരായിരുന്നോ? എടി, നിനക്ക് പണ്ട് മുതൽക്കേ ഉള്ളതാണ് ഈ സംശയിക്കുന്ന സ്വഭാവം. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. അവരിവിടെ വന്നു, സംസാരിച്ചു, പറഞ്ഞു വിടുകയും ചെയ്തു. കാര്യം നിസ്സാരം. ആഹാ, പണ്ട് മുതൽക്കേ എനിക്കറിയാം. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. ആരെ കണ്ടാൽ ഇരുന്നങ്ങ് വർത്തമാനം പറയും. ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ കോടതി പറഞ്ഞെങ്കിൽ എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു? എടി, നീ പിന്നെയും തുടങ്ങിയ കോടതി എന്ന് പറഞ്ഞു. ഈ കോടതിയുടെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ വക്കീൽ പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്കറിയാം. എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പുറകെ ഇറങ്ങി വന്നത്? ഞാനല്ലല്ലോ അങ്ങോട്ട് കല്യാണം എന്ന് പറഞ്ഞു വന്നത്, നീയല്ലേ? റോഡിൽ പോകുന്നവരൊക്കെ എത്തി നോക്കുന്നു. എത്തി നോക്കട്ടെടി. റോഡിൽ പോകുന്നവർ മാത്രമല്ല, ഈ ലോകം മുഴുവൻ എത്തി നോക്കട്ടെ. എല്ലാരും അറിയട്ടെ നിന്റെ മമ്മിയുടെ സ്വഭാവം. എന്നാ പിന്നെ മമ്മിക്കെങ്കിലും ഒന്നും ഉണ്ടായിരുന്നൂടെ? അപ്പുറത്ത് എന്നെ കൊച്ചാക്കിയില്ലേ? അവരുടെ മുമ്പ് നിങ്ങൾ എന്നെ കൊച്ചാക്കിയില്ലേ? കഴിക്കണ്ട, ആരൊന്നും കഴിക്കണ്ട. പാടുപെട്ടുണ്ടാക്കിയതാ പാവയ്ക്ക കൊണ്ടാട്ടം. സംശയമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രു. എന്റെ അമ്മിണിക്കുട്ടി എന്നെ സംശയിക്കുന്നു? ഒരിക്കലുമില്ല. എനിക്കറിയാം എന്റെ ചേട്ടൻ എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഞാനല്ലാതെ മറ്റു സ്ത്രീയെ പറ്റി ചിന്തിക്കാൻ പോലും ചേട്ടന് കഴിയില്ല. പക്ഷേ എനിക്കറിയാം ചേട്ടൻ എന്നെ സംശയിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ സംശയിക്കും. അല്ലെങ്കിൽ ദൈവം എന്തിനാണ് നിന്നെ ഇത്രയും സുന്ദരിയായി സൃഷ്ടിച്ചത്? ഇനി നീ എന്തായി കാണിക്കുന്നത്? ഒന്ന് പിടിച്ച് വലിക്കാതെ എന്ന്. ചേച്ചി, ദേ മമ്മി കട്ടിൽ വലിച്ച് മാറ്റിയിടുക. ഇതൊക്കെയാണെങ്കിലും മമ്മിയും ഡാഡിയും കൂടെ വഴക്കുണ്ടാക്കിയാലേ ഈ വീട്ടിൽ നിന്നൊരു ജീവനുള്ളൂ. ചേച്ചി, ചേച്ചി, ചേച്ചി ഇപ്പൊ എന്താ ആലോചിച്ചത്? ഒന്നുമില്ല. കള്ളം പറയൂ ചേച്ചി, എന്താ ആലോചിച്ചത്? ഞങ്ങൾക്ക് ഈ വർഷം കെമിസ്ട്രി എടുക്കുന്നത് കുമാർ സാറാ. നീ സാറിനെ കണ്ടിട്ടുണ്ടോ? ഓഹോ, അത് ശരി. അപ്പോ ചേച്ചി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അല്ലേ? എന്തു ഭംഗിയാണെന്നോ, എന്തൊരു നിറം. പക്ഷെ പഠിപ്പിക്കാൻ കൊള്ളത്തില്ല. എന്നാലും ഞങ്ങളാരും അങ്ങേരുടെ ക്ലാസ് കട്ട് ചെയ്യാറില്ല. അങ്ങേരെ കണ്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാ. ചേച്ചി ഇപ്പൊ കോളേജിൽ പോകുന്നത് പഠിക്കാനോ അതോ ലെക്ചറെ കാണാൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് സൈക്കിൾ യജ്ഞത്തിനൊന്നും പോയില്ലയോ? പിന്നെ ഇപ്പൊ ഇങ്ങോട്ടൊന്ന് കയറിയതല്ലേ ഉള്ളൂ. 2 ദിവസമായി ഇവനെ തുടച്ചിട്ട്. എന്നാൽ അങ്ങ് നടത്തിക്കളാവുന്ന കരുതി. ഞാൻ വന്നത് പിള്ളച്ചനെ കണ്ട ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാ. എന്താ കാര്യം? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള 20ാമത്തെ വാർഷികമാണിന്ന്.
ഒരു 5-8 പേരെ ക്ഷണിച്ചിട്ടുള്ളൂ. ഒരു എക്സ്ക്യൂസും പറയണ്ട, വൈകുന്നേരം അവിടെ എത്തണം. നിങ്ങളെ മാത്രം ക്ഷണിച്ചാൽ മതിയോ അതോ ഭാര്യയോട് പ്രത്യേകം പറയണോ? വേണ്ട വേണ്ട, ആണുങ്ങൾ തമ്മിലുള്ള കാര്യം ആണുങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താൽ മതി. ഞാനും ആനയും സഹകരണാടിസ്ഥാനത്തിൽ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് സാഹസികമായ 20 വർഷം ചെയ്യുന്ന സുദിനമാണ്. മറ്റൊന്നും പറയണ്ടല്ലോ. ഒന്നും പറയണ്ട, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ആ ദേ, എന്തോ അങ്ങേരും ഒന്ന് പറയുന്ന കേട്ടെ. അത് 20 വർഷമായിട്ട് പുള്ളി അനുഭവിക്കുന്ന യാതനയുടെ വാർഷികമാണെന്ന് പറയുകയായിരുന്നു. അതായത് വിവാഹ വാർഷികം. വിവാഹ വർഷം ആയാലെന്താ, ഇവിടെ ബാക്കിയുള്ളവരടുത്തൊന്ന് പറയണ്ടേ? അല്ല, അയാളുടെ ധാരണയിൽ ഭർത്താവാണ് വീട്ടിലെ ഗ്രഹനാഥൻ. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് താഴെയാണ് എല്ലാവരും എന്നാണ് അയാളുടെ വിശ്വാസം. ആഹാ, ഇവിടെ ഞാനുണ്ട്, അകത്ത് 2 പെമ്മക്കളുണ്ട്. അവരോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല, ആ ആനിക്കൊന്നും ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അത് പിന്നെ വന്ന് പറയുമായിരിക്കും. എന്നാലും നമ്മൾ അയൽപക്കമെന്ന് കരുതി ബഹളമുണ്ടാക്കാതെ ഇന്ന് ആ വീട്ടിൽ ചെന്ന് അവരുടെ ദുഃഖത്തിൽ വേദനയിൽ പങ്കുകൊള്ളുക. ദുഃഖം? ആ, വിവാഹ വാർഷികം. തന്നോട് 100 തവണ പറഞ്ഞു റെക്കോർഡ് വരയ്ക്കാതെ പ്രാക്ടിക്കൽ ക്ലാസ് വരണ്ടെന്ന്. ഇതൊന്നും സമയത്ത് വരച്ചുകൊണ്ട് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? എന്റെ പൊന്നു സാറേ, ഇങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല. വീട്ടിലിരിക്കാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. അവര് പറയുന്നത് കോളേജിൽ പോയാൽ വീട്ടിലിരിക്കുന്നതിനേക്കാളും ചെലവ് കുറവാണ്. ആ, പോണം പോണം, നിങ്ങളുടെ ഭാവി നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ദൈവം അറിഞ്ഞ ഓരോരുത്തർക്കും ഓരോ അവസരം തരുന്നത്. സെക്കൻഡ് ഡേസിക്ക് പഠിപ്പിക്കേണ്ട ഞാനാ വേണ്ട തൂക്കിയെറിഞ്ഞ് ഇങ്ങോട്ടിട്ട്. ആ, എന്റെ ശുക്രൻ തെളിഞ്ഞെന്നാ തോന്നുന്നത്. ഞാൻ പ്രാർത്ഥിച്ചോണ്ടാ. ഉള്ളതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിള്ളേര് നോക്കുന്നു. നോക്കട്ടെ നോക്കട്ടെ, എന്നായാലും നോക്കാനുള്ള. പിന്നെ ഈ ക്ലാസ്സിൽ ഞാൻ നോട്ട് ഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ കുഴയും. ആ, ചെള്ള വയ്ക്കുള്ളൂ. ആ, അപ്പുറത്തെ വീട്ടിൽ ആരും ഇല്ലേ? അവര് പുറത്തെവിടെ പോയിരിക്കുക. എന്താ വേണ്ടേ? ഞാൻ അവിടെ ഉള്ളവരെ കാണാൻ വന്നതാ. എവിടുന്ന് വരിക? എന്താ പേര്? എന്താ ഒന്നും മിണ്ടാത്ത? ഒന്നും മിണ്ടെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. എനിക്ക് അവരെ കാണണ്ടേ. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ. കുടിക്കാൻ എന്താ വേണ്ടേ? ചായ കൊണ്ടുവരട്ടെ? എന്നാ ജ്യൂസ് കൊണ്ടുവരട്ടെ? ഒന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന് പറഞ്ഞാ അയച്ചിരിക്കുന്നത്. എന്തോ ഈ പെണ്ണുങ്ങൾ ലോകത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പഠിക്കാൻ കോളേജിൽ പോയിരുന്നു. പെണ്ണുങ്ങൾ ഉണ്ടായാ പോരാ, ഇതുപോലുള്ള പെണ്ണുങ്ങൾ വേണം. നിനക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ അറിയാമെന്ന് നോക്കട്ടെ. നിനക്ക് ഈ കൊച്ചിന് ഏത് അവയവമാണ് ഇഷ്ടപ്പെട്ടത്? ഉള്ളത് പറയാമല്ലോ, എനിക്കിഷ്ടപ്പെട്ടത് ആ കണ്ണുകളാ. ആ, നല്ല പേടമാൻ മിഴികൾ. പിന്നെ മുടിക്കെന്താ ഒരു കുറവ്? നല്ല പനങ്കൊല പോലത്തെ മുടിയല്ലേ. ആഹാ, പിന്നെ ഛെ, പിന്നെ ഞാനത് പറയണോ അളിയ? എന്നെ കൊണ്ടത് പറയിക്കണോ? ഹലോ, ഗുഡ് മോർണിംഗ്. നീ ചെയ്ത ശരിയാ മോളെ, അങ്ങനെ തന്നെ വേണം. പെണ്ണുങ്ങളെന്ന് കരുതി ഒതുങ്ങാനുണ്ടല്ലോ, ഇവന്മാര് നമ്മുടെ മെക്കിട്ട് കയറും. ഒരമ്മ എന്ന രീതിയിൽ അതൊരിക്കലും പറഞ്ഞു പഠിപ്പിക്കാൻ പാടില്ലാത്തതാണ്. കാര്യം അയാൾ പറഞ്ഞത് അനാവശ്യമോ തെറ്റോ ആയിരിക്കാം. പക്ഷേ പെണ്ണാണിനെ തല്ലരുതെന്നാണ് സാമൂഹ്യ നിയമം. അവൾ ചെയ്ത തെറ്റൊന്നും അല്ല. അവളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ട. ഇങ്ങനെ വഴിയെ പോകുന്ന ആമ്പിള്ളേർ എന്ത് പറഞ്ഞാലും മിണ്ടാതിങ്ങി കേട്ടേച്ച് പോരണോ? അതിന് മാണിക്യമംഗലത്ത് മാധവനാളുടെ ചെറുമോളെ കിട്ടത്തില്ല. അവളുടെ അപ്പൂപ്പൻ മാണിക്യമംഗലത്ത് മാധവനാൾ. ഓ, ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാ. എടി മോളെ, നീ നാളെ പോകുമ്പോ റോഡിൽ കാണുന്നവരെ നിരത്തി തല്ലിയേക്കണം കേട്ടോ. തുത്തിയായല്ലോ. മാണിക്യമംഗലത്ത് മാധവൻ നായർ. എന്തിനടിച്ചിരിക്കുന്നേ?
ഇതൊക്കെ ഞാൻ ഇപ്പോഴാ കേൾക്കുന്നേ. ഒരു പാർട്ടിക്ക് വിളിച്ചിട്ട് മുഹൂർത്തത്തിന് മാറ്റി വെക്കുക. ഛേ, ഇങ്ങനെ തോന്നുമ്പോ മാറ്റി വെക്കാവുന്നതാണോ വിവാഹ വാർഷികം? എടി, പാർട്ടി നിശ്ചയിച്ചത് അവരാ, പാർട്ടി വേണ്ടാന്ന് വെച്ചതും അവരാ. പാർട്ടിക്ക് വിളിച്ചെങ്കിൽ പോയി വല്ലതും കഴിച്ച് പരദൂഷണം പറഞ്ഞിട്ട് പോരാമായിരുന്നു. ഇനി പാർട്ടി ഇല്ലാത്ത സ്ഥിതിക്ക് അവരവരുടെ പാട്ടിന് പോട്ടെ. അല്ല, നീ എന്തിനാ എങ്ങനെയാണ് ക്ഷോഭിക്കുന്നത്? എന്ന് വെച്ചാലേ ആണുങ്ങളെ പോലല്ല പെണ്ണുങ്ങളെ പാർട്ടിക്ക് പോകുന്നത്. എത്ര നേരം കൊണ്ട് ഡ്രസ് ചെയ്തെന്നറിയാവോ? ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന പട്ടുസാരിയാ വെറുതെ ഉടുത്ത് നാശമാക്കി. ഓ, അത് പറ. വിവാഹ വാർഷികം മാറ്റിയതല്ല പ്രശ്നം. ഈ പട്ടുസാരി ചുറ്റി 10 പേരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാൻ പറ്റാതെ പോയി. അയ്യോ. സാരി ഉടുക്കുന്നതാണോ ഇഷ്ടം? സൽവാർ കമീസ് ധരിക്കാറില്ലേ? ആഹാ, മുടി ഇങ്ങനെ ഇടുന്നതാണോ ഇഷ്ടം? പിന്നെ ഇടാറില്ലേ? എനിക്കതാണ് ഇഷ്ടം. എന്താ ഒന്നും വേണ്ടാത്തത്? ഞാൻ പാൻസ് ഇടുന്നതാണോ ഇഷ്ടം, അതോ മുണ്ടെടുക്കുന്നതോ? അതിരിക്കട്ടെ, നമ്മുടെ ഈ റെക്കോർഡ് ബന്ധം കോളേജിൽ ആർക്കെങ്കിലും അറിയാമോ? അല്ല, കോളേജ് ക്യാമ്പസിനകത്ത് പ്രേമാണ്. പെട്ടെന്ന് തീപ്പിരി പോലെ പറക്കും. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി വൃത്തിയായിട്ട് വരച്ചുകൂടെ? പടം വരയ്ക്കുകയാണെങ്കിൽ തന്നെയും അത് വെറും സാറിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിച്ച് വരയ്ക്കരുത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതൊന്നുകൂടി വരയ്ക്കണം. എന്ത് ചെയ്യാനാ സാറേ, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ താഴ്ന്നിരിക്കും. അതെ അതെ, നിലവാരം വളരെ താഴ്ന്നു പോയിരിക്കുകയാണ്. താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചുമ്മാ പോടോ ആ സേർത്തിക്കാൻ. എന്നാൽ എന്റെ അമ്മക്കുട്ടി, എനിക്ക് വലിയ വിഷമമായിപ്പോയി. നിങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ട് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യേണ്ടോന്നില്ലേ? അത് സാരമില്ല, ഒരാൾക്ക് അസുഖം വന്നാ എന്ത് ചെയ്യാൻ പറ്റും? അതെന്നെ, അവരച്ഛൻ ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ദേഹം വേർത്ത് കയ്യും കാലും അങ്ങ് കുഴഞ്ഞു. ഓ, എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അല്ല, ഇന്നലെ നിങ്ങൾ പുറത്തു പോയിരുന്നപ്പോ ഏതോ ഒരു കുട്ടി അന്വേഷിച്ചു വന്നിരുന്നല്ലോ. ആരാ കുട്ടി? അത് അവരച്ഛന്റെ ഒരകന്ന ബന്ധത്തിലുള്ളതാ. അച്ഛനും അമ്മയൊന്നും ഇല്ല, കൂടെ കൂടെ ഇവിടെ വരും. നല്ല മിടുക്കം കുട്ടിയാ. ഞാൻ പോട്ടെ അമ്മ കുട്ടി.